അത്യാവശ്യം ജീവിത സാഹചര്യം, നല്ല ജീവിത സാഹചര്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാശ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ടച്ച്വുഡ്, ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? യുവർ വിഷസ്. എൻ്റെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ്. ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും, ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഫോൺ, സ്വന്തം മൊബൈൽ ഒരു 10-20 വർഷത്തിലേറെയായിട്ട് സൈലന്റ് ആക്കി വെക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുള്ളതാണോ? അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്, ഞാൻ HP വർക്ക് ചെയ്യുമ്പോൾ ഐ വെന്റ് ടു മീറ്റ് ആൻ ഒഫീഷ്യൽ ഫോർ സം പർപ്പസ്. അപ്പോൾ അന്ന് പുള്ളിയുടെ കയ്യിൽ മൊബൈലില്ല. അപ്പോൾ പുള്ളി ലാൻഡ് ലൈനാണ്, ഒഫീഷ്യലാണ്, ബാംഗ്ലൂരിലാണ്. അപ്പോൾ പുള്ളി കിടന്ന് ആ മൊബൈല് ഫോണിൽ ബിസിയാണ് കിടന്ന്. ഞാൻ എൻ്റെ സമയം ചിലവാക്കി, എൻ്റെ വണ്ടിക്കൂലി ചിലവാക്കി പുള്ളിയുടെ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു കോൾ വരും, അടുത്ത കോൾ വരും, അടുത്ത കോൾ വരും. അവസാനം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കുക ഇതല്ല, ഞാൻ പുറത്ത് പോയിട്ട് പബ്ലിക് ബൂത്ത് ഞാൻ വിളിക്കാം. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി പബ്ലിക് ബൂത്ത് നിന്ന് വിളിച്ച് എൻ്റെ പണി നടത്തി. അപ്പം എനിക്കൊരു സത്യം മനസ്സിലായതായിട്ട്, നമ്മളെ കാണാൻ വരുമല്ലോ. ഇപ്പം നിങ്ങൾ ഇന്ന് വന്നു, നിങ്ങൾ നിങ്ങളുടെ സമയം ചിലവാക്കി, നിങ്ങളുടെ പൈസയും ചിലവാക്കി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഐ ഷുഡ് ഗിവ് മോർ റെസ്പെക്ട് ടു യു, നോട്ട് ടു ദ മൊബൈൽ. ആരും ഒരാൾ പുള്ളിയുടെ സൗകര്യത്തിൽ ഇരുന്നിട്ട് എന്നെ വിളിക്കണേ. ഓക്കെ, സോ ഐ ടെൽ മൈ ടീം ഓൾസോ, ഇമ്പോർട്ടൻ്റ് എങ്കിൽ മെസ്സേജ് അയച്ചോളൂ, ഐ വിൽ ഗെറ്റ് ബാക്ക്. സോ ഐ വോണ്ട് ടു റെസ്പെക്ട് ദ പേഴ്സൺ ഹു ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഹു ഈസ് സ്പെൻഡ് ഹിസ് ടൈം, എനർജി, എഫേർട്ട്. ഇന്നത്തെ കാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ വന്നില്ലെങ്കിൽ പോലും രണ്ടാളെ കാണുമ്പോൾ ഇങ്ങനെ ചെവി പിടിച്ചിട്ട് എന്തോ സംസാരിച്ച് തിരക്കിലാണെന്ന് കാണിച്ച് നടക്കുന്ന സമയമാണ്. ഈ ഒരു സിസ്റ്റം തുടങ്ങിയ പിന്നെ എനിക്ക് കോൾസ് വരാറില്ല, ഉണ്ടെങ്കിൽ മെസ്സേജാ വരൂ. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നീളുന്ന ബിസിനസ് ലൈഫ്, ഇത്രയേറെ വളർച്ചയുടെ ഉന്നതികൾ കയറുമ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ മനസ്സിലാക്കാൻ കഴിയുന്നു, അവനോട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ വിജയരഹസ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ പുതിയ ബിസിനസ് സംരംഭകർക്ക്, പുതിയ സംരംഭങ്ങളിലേക്ക് വരുന്നവർക്ക് മോട്ടിവേറ്റ് ചെയ്യും താങ്കളുടെ ഈ സംസാരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒരുപാട് വർഷം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ അരുൺ. യു വെർ വെരി ഗുഡ്, എന്താ പറയുക, വി ഹാഡ് എ വെരി ഗുഡ് പോഡ്കാസ്റ്റ്. സോ യു ആർ ഡീറ്റെയിൽഡ്, സോ യു